നമോസ്തേ വാസുദേവായ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ 72ാമത്തെ ശ്ലോകമാണ്. ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ 670 ഒന്നാമത്തെ നാമം മുതൽ 678ാമത്തെ നാമം വരെയുള്ള വിശദീകരണമാണ് പറയുന്നത്. മഹാക്രമോ മഹാകർമ്മ മഹാതേജ മഹോരഗ മഹാക്രതുർ മഹായജ്വാ മഹായജ്ഞോ മഹാകവി. ഈ ശ്ലോകത്തിലെ നാമങ്ങൾ മഹാക്രമ, മഹാകർമ്മ, മഹാതേജ, മഹോരഗ, മഹാക്രതുർ, മഹായജ്വ, മഹായജ്ഞ, മഹാഹവീർ എന്നിങ്ങനെ 8 നാമങ്ങളാണ്. ഇതിൽ ആദ്യത്തെ നാമമാണ് മഹാക്രമ. ക്രമ എന്നാൽ നമ്മൾ എടുത്തു വെക്കുന്ന ചുവടിനെ സൂചിപ്പിക്കുന്നു. മഹാ എന്നാൽ വലുതായത്, മഹത്തായതിനെ കുറിക്കുന്നു. അപ്പോൾ മഹാക്രമ എന്നാൽ ഭഗവാൻ പല അവതാരങ്ങൾ എടുത്തതിൽ വാമന അവതാരത്തിലാണ് ആ ഓരോ ചുവടുവെപ്പിലും ഓരോ പ്രപഞ്ചത്തെയും അളക്കുന്ന അത്രത്തോളം മാഹാത്മ്യമായ ഒരു രൂപത്തെ ഭഗവാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൽ നിന്നും മനസ്സിലാക്കുക എന്നാൽ നമ്മുടെ ഓരോ പ്രവൃത്തിയും അത്രയും വലിയ ഒരു ചുവടുവെപ്പ് പോലെ മറ്റുള്ള ഒരു സൃഷ്ടികളെയും സ്വന്തമായും ആ ഒരു ചലനത്തെ സൂചിപ്പിക്കുന്നു. അത് മാത്രമല്ല, നമ്മുടെ ഓരോ ചുവടുവെപ്പും നമ്മൾ അത്രത്തോളം ആലോചിച്ച് വേണം വെക്കുവാൻ. അപ്പോൾ ഭഗവാൻ ഓരോ ചുവടുവെപ്പിനെയും നമുക്ക് അത്രത്തോളം സഹായിച്ചുകൊണ്ട് നമുക്ക് ധർമ്മത്തിൻ്റെ പാതയിൽ എങ്ങനെയാണോ സുരക്ഷിതമായിട്ട് പോകേണ്ടത് എന്ന് നമുക്ക് കാണിച്ചു തരുന്നതിനാൽ ഭഗവാന് മഹാക്രമ എന്ന നാമധേയം. അത് മാത്രമല്ല, മഹാക്രമ എന്നാൽ എല്ലാ സ്ഥലത്തും ഭഗവാൻ അങ്ങനെ പരന്നു കിടക്കുന്നു. ഏതൊരു മുക്കായാലും മൂലയായാലും ഭഗവാനെ ആ ഒരു സ്ഥലത്ത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. അതിനാലാണ് ഭഗവാന് മഹാക്രമ എന്ന നാമധേയം. അടുത്ത നാമധേയം മഹാകർമ്മ എന്നാണ്. കർമ്മ എന്നാൽ പ്രവൃത്തി എന്നർത്ഥം, മഹാ എന്നാൽ മഹത്തായത് എന്നർത്ഥം. അപ്പോൾ ഏതൊരു ശക്തിയാണോ മഹത്തായ പ്രവൃത്തികളെ ചെയ്യുന്നത് ആ ശക്തിയെ മഹാകർമ്മ എന്ന് പറയുന്നു. അതായത് മഹത് പ്രവൃത്തികളായ സൃഷ്ടി, സ്ഥിതി, സംഹാരവും അതുപോലെ തന്നെ ജ്ഞാനത്തെ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നതും സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നതും ഏതൊരു പ്രവൃത്തിയായാലും അതിന് കാരണമായി തീരുന്നതിനാൽ ഭഗവാന് മഹാകർമ്മ എന്ന നാമധേയം. ഇത് തന്നെയാണ് മഹാപുരുഷത്തിലും നമുക്ക് പറയുന്നത്. ആരാണോ ഭഗവാനിൽ പൂർണ്ണമായി ഭഗവാനെ വിശ്വസിക്കുന്നത് അവർക്ക് പൂർണ്ണമായും ഭഗവാനിൽ ലയിക്കുവാനുള്ള ഒരു അവസരം ഭഗവാൻ കൊടുക്കുന്നു. അതായത് സ്നേഹത്താലും ഭക്തിയാലും ഉള്ളവർക്കായിരിക്കും ഭഗവാൻ പ്രാധാന്യം കൽപ്പിക്കുന്നത്. അതിനാൽ ഭഗവാന് മഹാകർമ്മ എന്ന നാമധേയം. അടുത്ത നാമധേയം മഹാതേജ എന്നാണ്. തേജ എന്നാൽ എത്രത്തോളം വലിയ തേജസ്സുള്ള ഒരു ശക്തിയാണോ ആ ശക്തിയെ നമ്മൾ മഹാതേജ എന്ന് വിളിക്കുന്നു. മറ്റുള്ളവർക്ക് തേജസ് പകർന്നു കൊടുക്കുകയും ആ തേജസ്സിലൂടെ പ്രകാശത്തെ എല്ലാ പ്രപഞ്ചത്തിലും ഒരുപോലെ കൊടുക്കുകയും സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, അതുപോലെ അഗ്നി എന്നിവയാൽ സ്വന്തമായി ഉണ്ടാകുന്ന ആ ഒരു പ്രകാശം മറ്റുള്ളവർക്ക് കൊടുക്കുവാനാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. അതുപോലെ തന്നെ ഭക്തന്മാരും സ്വന്തമായ ജ്ഞാനത്തിൽ നിന്നും മറ്റുള്ളവർക്ക് പകരുവാൻ വേണ്ടി ഭഗവാൻ പ്രേരിപ്പിക്കുന്നു. അതിനാൽ ഭഗവാൻ വേറൊരാളുടെ ശക്തിയിൽ അതിൻ്റെ കൂടെ നിൽക്കാതെ സ്വന്തമായാണ് ആ ഒരു പ്രകാശത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടി ഉത്ഭവിപ്പിക്കുന്നത്. അതുതന്നെയാണ് നമുക്ക് ഭഗവത്ഗീതയിലും കാണുന്നത്. സാക്ഷാൽ ഭഗവാൻ അർജുനനോട് പറയുന്നു, എല്ലാ പ്രകാശത്തിനും പ്രകാശത്തിൻ്റെ ഉടമയാണ് ഞാൻ. അതുപോലെ തന്നെ എല്ലാ ഇരുട്ടിനെയും അന്ധകാരത്തെയും മാറ്റുവാനുള്ള പ്രകാശം ഞാൻ തരുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. ആ ഒരു സൂര്യൻ്റെ പ്രകാശത്തിൽ നിന്നും നമ്മൾ എങ്ങനെയാണോ പ്രപഞ്ചത്തെ മുഴുവനും ഒരുപോലെ പ്രകാശിപ്പിക്കുന്നത്, അതുപോലെ തന്നെ രാത്രിയിൽ ആ ചന്ദ്രന്റെ കിരണങ്ങളാൽ എങ്ങനെയാണ് ജീവജാലങ്ങൾക്ക് അവരവരുടെ ഉത്പാദനത്തിന് വേണ്ടിയുള്ള ആ ഒരു ശക്തി കിട്ടുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണോ അഗ്നിയിൽ നിന്നും എല്ലാ ജീവജാലങ്ങൾക്കുമുള്ള നിലനിൽപ്പിനുള്ള ആഹാരം ലഭിക്കുന്നത്, അതുപോലെ ആഹാരം മാത്രമല്ല ചൂടും ലഭിക്കുന്നത്, അതുപോലെയാണ് സ്വന്തമായ പരമാത്മാവായി നിന്നുകൊണ്ട് ജീവാത്മാവിനെ നിലനിർത്തുന്ന ഭഗവാന് ആ ഒരു
നാമധേയം മഹാതേജ എന്ന നാമധേയം. അടുത്ത നാമധേയം മഹോരഗ എന്നാണ്. രഗ എന്നാൽ ആ ഒരു സർപ്പത്തെ സൂചിപ്പിക്കുന്നു. മഹാ എന്നാൽ മഹത്ത് എന്നർത്ഥം. അപ്പോൾ ഭഗവാൻ എങ്ങനെയാണോ പല അവതാരങ്ങൾ എടുക്കുന്നത്, അതിൽ ഏറ്റവും മുഖ്യമായ ഒരു അവതാരം തന്നെയാണ് അനന്തന്റെ അവതാരം. ആ ഒരു അനന്തന്റെ അവതാരത്തിലൂടെ ഭഗവാൻ ആ അനന്തന്റെ പുറത്താണ് ശയിക്കുന്നത്. അപ്പോൾ ഈ ഭഗവത്ഗീതയിലും പറയുന്നു, സർപ്പങ്ങളിൽ ഞാൻ പല തലകളുള്ള അനന്തനായി ഭവിക്കുന്നു എന്ന് അർജുനനോട് പറയുന്നു. അതായത് 5 തലയുള്ള വലിയ സർപ്പമാണ് ശേഷൻ. അത് ഭഗവാൻ അതിൽ തന്നെയാണ് ശയിച്ചുകൊണ്ട് ഈ സ്ഥിതി, സംഹാരം, സൃഷ്ടി എല്ലാത്തിനെയും കാത്തുരക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, സർപ്പങ്ങളിൽ ഞാൻ വാസുകിയാണ്. വാസുകി എങ്ങനെയാണോ നമുക്ക് ആ ഒരു പാലായി മഥനത്തിൽ സഹായിച്ചത്, ആ വാസുകിയില്ലെങ്കിൽ നമുക്കത് കടഞ്ഞെടുക്കുവാനുള്ള ഒരു പ്രയത്നം എപ്പോഴും നടക്കാതെ പോകുമായിരിക്കും. അത്രയ്ക്ക് ആ ഒരു പ്രപഞ്ചത്തെ നിലനിർത്തുവാൻ വേണ്ടി ഭഗവാൻ ഓരോ അവതാരങ്ങൾ എടുക്കുന്നു. അത് തന്നെയാണ് ഉപനിഷത്തിലും പറയുന്നത്. ചെറുതോ വലുതോ ഏറ്റവും വലുതോ എല്ലാ അവതാരത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതിനാൽ ഭഗവാന് മഹോരഗ എന്ന നാമധേയം. അടുത്ത നാമധേയം മഹാക്രതുർ എന്നാണ്. ക്രതുർ എന്നാൽ ഒരു സംരംഭത്തിൽ നമ്മൾ വയ്ക്കുന്ന യജ്ഞത്തെ, യാഗത്തെ കുറിക്കുന്നു. മഹാ എന്നാൽ മഹത്ത് എന്നർത്ഥം. അപ്പോൾ ഏറ്റവും വലിയ ഒരു യാഗത്തിന്റെ ഉടമയാണ് സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു. അതിനാലാണ് മഹാക്രതുർ എന്ന നാമധേയം. അതായത് ഭഗവാൻ ഏറ്റവും കൂടുതൽ അനുഭവമായി തീരുന്നത് ഈ വലിയ വലിയ യജ്ഞങ്ങളാലാണ്. അതായത് യജ്ഞങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അഗ്നിയിൽ കൂടെ ചെയ്യുന്ന യജ്ഞങ്ങൾ മാത്രമല്ല, നമ്മുടെ മനസ്സിലെ ആ സ്വാർത്ഥത എന്ന ആ ഒരു യജ്ഞത്തിൽ നിന്നും സ്വാർത്ഥതയെ ഇല്ലാതാക്കുമ്പോൾ, ആ ജീവഭാവനെ നമ്മൾ മതിക്കുമ്പോൾ, അതിനെ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ആ ഒരു യജ്ഞത്തിനെ ഭഗവാൻ വളരെ ബഹുമാനിക്കുന്നു. അതിനാലാണ് അശ്വമേധയാഗത്തേക്കാൾ ഏറ്റവും വലുതാണ് സാക്ഷാൽ ഭഗവാനെ വിചാരിച്ചുകൊണ്ട് ധർമ്മപാതയിൽ ചലിക്കുക എന്നത്. അതിനാൽ ഭഗവാന് മഹാക്രതുർ എന്ന നാമധേയം. അടുത്ത നാമധേയം മഹായജ്വ എന്നാണ്. അതായത് ഭഗവാൻ എല്ലാവിധ മഹത്തായ യജ്ഞങ്ങൾക്കും യോഗ്യതയുള്ള ഒരേ ഒരു ശക്തി സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണുവാണ്. അത് തന്നെയാണ് ഭഗവാന്റെ ഒരു അവതാരമായ ശ്രീരാമ അവതാരത്തിൽ ഭഗവാൻ അശ്വമേധയാഗത്തെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഭഗവാൻ ഏതൊരു യാഗമാകട്ടെ, യജ്ഞമാകട്ടെ, അത് സാക്ഷാത്കരിക്കുമ്പോൾ അതിൽ നിന്നുള്ള എല്ലാ ഒരു നല്ല അനുഭവത്തെ, നല്ല ഒരു സമ്പൽ സമൃദ്ധിയായ സന്തോഷത്തെ, സംതൃപ്തിയാകുന്ന ഒരു മനസ്സിനെ ആ യജ്ഞം ചെയ്തവർക്ക് കൊടുക്കുന്നു. അതിനാലാണ് ഭഗവാന് മഹായജ്വ എന്ന നാമധേയം. അടുത്ത നാമധേയം മഹായജ്ഞ എന്നാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു, അതായത് ഞാൻ യജ്ഞങ്ങളിൽ ജപയജ്ഞനാണ്. അതായത് മനസ്സുകൊണ്ട് ആരാണോ എന്നെ ആത്മാർത്ഥമായി വിളിച്ച് ജപിക്കുന്നത്, ഞാൻ അവരുടെ കൂടെയാണ് എപ്പോഴും നിലനിൽക്കുന്നത്. അതായത് ഏറ്റവും വലിയ യജ്ഞം എന്ന് കരുതുന്നത് ഭക്തിയോഗമാണ്. അതിൽ നിന്നും നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കുന്നു. ജപയജ്ഞം എന്നാൽ അതിൽ എല്ലാവിധ യജ്ഞത്തിൻ്റെ സാരവും അടങ്ങിയിരിക്കുന്നു. അതിൽ ഭഗവാന്റെ ആ ഒരു ചിന്ത നമുക്ക് മനസ്സിൽ വന്നാൽ തന്നെ അത് ഭഗവാൻ ഒരു യജ്ഞമായി കരുതി അവർക്ക് അനുഗ്രഹം കൊടുക്കുന്നു. അതിനാൽ ഭഗവാന് മഹായജ്ഞ എന്ന നാമധേയം. ഈ ശ്ലോകത്തിൽ ഏറ്റവും അവസാനത്തെ നാമമാണ് മഹാഹവി എന്നത്. ഹവി എന്നാൽ നമ്മൾ ഭഗവാന് എന്ത് മനസ്സറിഞ്ഞു കൊടുക്കുന്നുവോ ആ ഒരു ഭക്തിയോടെ കൊടുക്കുന്ന കാര്യത്തെ ഹവി എന്ന് പറയുന്നു. മഹാ എന്നാൽ മഹത്തായത് എന്നർത്ഥം. അതായത് നമ്മൾ നൈവേദ്യമായി, കാണിക്കയായി ഭഗവാന് മുന്നിൽ ഏതൊരു കാര്യത്തെയാണോ മഹത്തായി വിചാരിച്ച് ചെയ്യുന്നത് അത് ഭഗവാൻ ഏറ്റെടുക്കുന്നു. ആ യജ്ഞമായാലും ശരി, ആ എന്തൊരു അഗ്നിയിൽ നമ്മൾ ചെയ്യുന്ന ഹോമമായാലും ശരി, ആ ഹവിഷിനെ ഭഗവാൻ സ്വീകരിക്കുന്നു. ഇത് തന്നെയാണ് ഭഗവത്ഗീതയിലും പറയുന്നത്. അതായത് ബ്രഹ്മമായി നമ്മൾ എന്താണോ കൊടുക്കുന്നത് ആ അഗ്നിയിൽ ബ്രഹ്മമായി ഞാൻ നിലനിൽക്കുകയും ആ പ്രവൃത്തിയും ആ ഒരു
കൊടുക്കുന്ന കാര്യത്തെയും ഞാൻ ബ്രഹ്മമായി സ്വീകരിക്കുന്നു. അതിനാൽ ഭഗവാന് മഹാകവി എന്ന നാമധേയം. ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ മഹാക്രമ, മഹാകർമ്മ, മഹാതേജ, മഹോരഗ, മഹാക്രതുർ, മഹായജ്വ, മഹായജ്ഞ, മഹാകവി എന്നിങ്ങനെ 8 നാമങ്ങളാണ്. അപ്പോൾ ഈ ശ്ലോകം മഹാക്രമോ മഹാകർമ്മ മഹാതേജ മഹോരഗ മഹാക്രതുർ മഹായജ്വ മഹായജ്ഞോ മഹാകവി. ശ്രീഹരേ നമഃ, ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ.